നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്. വന്ദേ മാതരം. സർ, നമ്മുടെ ഇറാനിൽ അവരുടെ പരമോന്നത ആത്മീയ നേതാവ് എന്ന് പറയുന്ന ആയത്തുള്ള അലി ഖമേനി, അദ്ദേഹത്തിൻ്റെ മരണാനന്തര ക്രിയ ഖബറടക്കം 9-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളൊക്കെ ഒരു വലിയ ആശങ്ക ഈ വിഷയത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അന്ന് ഈ ഇറാൻ പല ലോക രാഷ്ട്രങ്ങളെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിനിധി അയക്കുന്നുണ്ട്, അതുപോലെ എല്ലാവരും. അപ്പോൾ പക്ഷെ എങ്കിലും ലോകരാഷ്ട്രങ്ങൾക്കൊരു ആശങ്കയുണ്ട്. അന്ന് ഇസ്രയേൽ ഇറാൻ ആക്രമിക്കുമോ, ഈ ചടങ്ങ് അലങ്കോലപ്പെടുത്തുമോ, അവിടെ ഒരു വലിയ മഹായുദ്ധത്തിൻ്റെ ഒരു ബീജാവാപം പ്രാരംഭം അവിടെ കുറിക്കുമോ എന്നൊരു ഭയം ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. എന്താണ് സാർ ഈ ഇറാൻ്റെ ഈ വിഷയത്തിൽ ഇസ്രയേൽ എന്ത് നടപടി സ്വീകരിക്കും? ഇസ്രയേലിൻ്റെ ആ നിലപാട് എങ്ങനെയായിരിക്കും ലോകത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്? പ്രശാന്ത്, വയസ്സായ ഒരാൾ കൊല്ലപ്പെട്ടു. അത് വാറായിരുന്നു. ഈ നമ്മളെ ടി വി ഒക്കെ കണ്ട കഴിഞ്ഞാൽ ഈ കുലുങ്ങി കരയുന്നതും ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ആരെങ്കിലും കരയണത് നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലും കണ്ടിട്ടില്ല, വേറെ ഒരിടത്തും കണ്ടില്ല. കുലുങ്ങി കരയുന്നു. അതൊരു ഭയങ്കര സംഭവം. സകലരും അത് എനിക്ക് ലോകത്ത് എവിടെയെങ്കിലും മരണത്തിൽ അതെ, അദ്ദേഹത്തിന്റെ ബറിയലുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കുറേ ദിവസം നീണ്ടു നിൽക്കും. അപ്പൊ അതിനെല്ലാവരും വന്ന് കുലുങ്ങിയ നിങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നു? ഞാൻ ആ വീഡിയോ കാണണം, അത് കാണേണ്ടതാണ്. എല്ലാവരും ഇങ്ങനെ കുലുങ്ങി ഇങ്ങനെ കരയണം. അങ്ങനത്തെ ഒരു കരച്ചിൽ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. ഇത് പ്രത്യേക ശൈലിയില്ല. അതൊരു കൃത്രിമത്വമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവന്മാരെ വെടിവെച്ച് കൊല്ലുമായിരിക്കും ഇങ്ങനെ കുലുങ്ങി കരഞ്ഞില്ലെങ്കിൽ. അങ്ങനെ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. എനിവേ അതല്ല. അപ്പം ഇതൊരു വാർ ക്രൈമിലാണ്. ഈ അദ്ദേഹം യുദ്ധം അല്ല വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത്, നല്ലൊരു പുണ്യ കാര്യം ചെയ്ത് അല്ല അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹം ടെററിസം, നമ്മൾ ഹഫീസ് സയ്യിദിനെയൊക്കെ പറയുന്നില്ലേ, ദാവൂദ് ഇബ്രാഹിം, അതേപോലെ ഒരു ടെററിസത്തിന് നേതൃത്വം കൊടുത്തതാണ് ഒരു രാജ്യത്തിന് എതിരായിട്ട്. അങ്ങനെ ആ മറ്റേ രാജ്യം ഈ രാജ്യത്തെ അടിച്ചു. ഇന്ത്യ പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ദൂർ പോലെ നമ്മുടെ ശത്രുക്കളാണ് ഈ ഹഫീസ് സയ്യിദിനെയും മറ്റേ മസൂദ് അസറിനെയും മറ്റേ ഈ ലഷ്കർ തോയ്ബയുടെ നേതാവ്, പിന്നെ ഇവൻ ദാവൂദ് ഇബ്രാഹിം, ഇവനെയൊക്കെ കിട്ടിയാൽ നമ്മൾ തട്ടും. ഇന്ത്യയുടെ ശത്രുക്കളാണ് നമ്മുടെ എത്രയോ ജനങ്ങളെ. അപ്പൊ അതുപോലെയുള്ള ഒരാളാണ് ഇയാള്. ഇത് ഇവിടുത്തെ ഈ ഇന്റർനാഷണൽ പോളിറ്റിക്സ് കാരണം അങ്ങനെയാണല്ലോ, ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് ഈ കരച്ചിലും അട്ടഹാസവും ബഹളമൊക്കെ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇസ്രായേലിന്റെ ശത്രുവാണ്. അവരുടെ 1000 ആളുകളെ തട്ടിക്കൊണ്ടുപോയി, 1000 തട്ടിക്കൊണ്ടുപോയി പെണ്ണുങ്ങളെ റിപ്പീറ്റഡ് റേപ്പ് ചെയ്ത് കുട്ടികളെ മൈക്രോ ഓവനിലിട്ട് കറക്കി. ഈ നമ്മളെ ഭാരതീയർ അങ്ങനെ ചെയ്താൽ നമ്മൾ വിടുവോ? അപ്പം അതേപോലെ ഒരു USA വിടുവോ, റഷ്യ വിടുവോ? ആരും വിടൂല. അപ്പോൾ ഇസ്രായേലിന് മാത്രം ഒരു എക്സെപ്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് തിരിച്ച് ഇറാനോട് ഇത് ചെയ്താൽ ഇറാനും തിരിച്ചടിക്കും. അല്ല, ഇറാൻ ഇത് ചെയ്യാതെയല്ലേ ഇതൊക്കെ ചെയ്തത്? എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. ഒന്നും ചെയ്യാതെ ഇറാൻ എന്തോന്ന് കാര്യം ലെബണനില്, ഇറാൻ എന്ത് കാര്യം പാലസ്റ്റൈനില്? പാലസ്റ്റൈനിലെ സുന്നി മുസ്ലിംസാണ്, ഷിയാക്കൾ പോലും അല്ല. അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഈജിപ്തും സൗദി അറേബ്യയൊക്കെ ഉണ്ട്. ഇവന്മാരുടെ അടുത്ത് ആരും അവിടെ പോകാൻ പറഞ്ഞു ഇറാന്? അപ്പം ആവശ്യമില്ലാത്ത കാര്യത്തിനാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ഇസ്രയേൽ അടിക്കുമോ എന്ന് പ്രശാന്ത് ചോദിച്ചത്, മരിച്ചു കബറടക്കുന്നു, അതൊക്കെ ഇറാൻ്റെ കാര്യം. അവർ ചെയ്യാതിരിക്കുകയോ ചെയ്തു, അത് ഇസ്രയേലിൻ്റെ വിഷയമല്ല. പക്ഷേ മുജദബ, ഇയാളുടെ മോൻ, അവിടെ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുജദബയും ഈ അപ്പൂപ്പനും എല്ലാം കൂടെ ചേർന്നാണ് ടെററിസം നടത്തിയത്. അപ്പം ഈ മുജദബെ അയാൾക്ക് അന്ന് പരിക്ക് പറ്റി, ഫെബ്രുവരി 28-ാം തീയതി. അപ്പോൾ പരിക്ക് പറ്റി, അങ്ങനെ എവിടെയെന്ന് അറിഞ്ഞൂടാ. ഒരു കാല് പോയി, മുഖം ഡിസ്ഫിഗേർഡായി, പാങ്ക്രിയാസ് ലിവറോ മറ്റോ ഡാമേജ് ആയി. അപ്പോൾ ഞാൻ നേരത്തെ നമ്മളെ ഡിബേറ്റിൽ പോഡ്കാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ റഷ്യയിലാണ് രഹസ്യമായിട്ട് പാർപ്പിച്ചിരിക്കുന്നത്.
റഷ്യയിലോ അല്ലെങ്കിൽ റഷ്യൻ സപ്പോർട്ടോടെ ഇറാനിലോ ആണ് പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങേര് വരാൻ സാധ്യതയില്ല. പക്ഷേ വന്നാൽ അത് ഇസ്രായേലിനെ ചലഞ്ച് ചെയ്യുന്നതിന് തുല്യമാണ്. ഇസ്രായേൽ അടിക്കും എന്ന് പറയും. പിന്നെ ആളുകളെ ഒന്നും കൊല്ലുകയൊന്നുമില്ല, അതൊക്കെ അവർക്കറിയാം. ഒരാളുകളും ചിലപ്പോൾ സ്റ്റാമ്പീഡ് മറ്റോ ഉണ്ടായ ചവിട്ടി അത് ഇസ്രായേൽ അതിന് ഉത്തരവാദില്ല. പക്ഷേ ഇസ്രായേൽ തെളിയിച്ചിട്ടുണ്ട് ലോകത്തിന് മുമ്പ്. ഇറാൻ്റെ ഒരു ഭയങ്കരനായ ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഭാര്യയായിട്ട് ട്രാവൽ ചെയ്തപ്പം ഇന്നേ വരെ ഒരു രീതിയിൽ മോഡസ് ഓപ്പറാൻഡിയിലും കൊല്ലാത്ത രീതിയിൽ അവർ സാറ്റലൈറ്റ് ഓപ്പറേറ്റഡാണ്. സാറ്റലൈറ്റ് ഓപ്പറേറ്റർ ഒരു ഗണ്ണ് വഴിയിൽ വെച്ചിട്ട് പിന്നെ തട്ടി. പക്ഷെ ബോഡി ഗാർഡ്സിനൊന്നും പറ്റിയില്ല, ഭാര്യയ്ക്കൊന്നും പറ്റിയില്ല, മാത്രം പിൻ പോയിന്റ്. അപ്പൊ അതിൽ വിദഗ്ധനാണ്. അത് മുജദബ വന്നാൽ തട്ടും, മുജദബയെ മാത്രം ടാർഗറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ വല്ല സ്റ്റാമ്പീഡ് ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ അറിയേണ്ട കാര്യമില്ല. അപ്പം ഇവരുടെ ഒരു കോൺഫിഡൻസും ഇതാണ് ഇറാൻ്റെ. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ നിരത്തിയാൽ ഇസ്രായേൽ ഒന്നിനും മുതിരില്ല. സാർ, ഒരു പക്ഷേ ഈ ഖബറടക്കത്തിൽ ഈ ലോകരാഷ്ട്രങ്ങളെയൊക്കെ ക്ഷണിച്ചത് തന്നെ ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ഇത് തടയാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലോ. അതൊരു നിങ്ങളുടെ ഒരു ജെനുവിൻ ക്വസ്റ്റ്യനാണ്. അത് ശരിയാണ്. ഇറാൻ്റെ ബുദ്ധി അല്ലല്ലോ ഇസ്രായേലിൻ്റെ ബുദ്ധി. അതുതന്നെ നമ്മുടെ ഇന്ത്യക്കാരൻ്റെ ബുദ്ധിയും ഇറാൻ്റെ ബുദ്ധി അല്ലല്ലോ. നമ്മൾ അയച്ചിരിക്കുന്ന ഡെലിഗേഷനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പോയോന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. കുറെ സഹമന്ത്രി എന്തോ ഒരു സന്യാസിയും പിന്നെ ഒരു ഷിയ പുരോഹിതനും പിന്നെ ഒരു സർദാർ പുരോഹിതനും അങ്ങനെ ഒരു ഗ്യാങ് ഒക്കെയാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ റിസ്ക് ഒന്നും നമ്മൾ എടുക്കില്ല. അതൊക്കെ നമ്മൾ കണ്ടും കേട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കും എന്താ ചെയ്യണം, എങ്ങനെ നിൽക്കണം. നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോ, പാകിസ്ഥാനിലെ ഷാബ് അവരുടെ പ്രൈം മിനിസ്റ്റർ റീത്തം വെച്ചിട്ട് ഓടി ടർക്കിയിൽ പോയി എന്തോന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കാശ്മീരിൽ ഇടപെടണോ? ടർക്കി എന്ത് ചെയ്യാനാ? ടർക്കി തന്നെ ആകെ അന്തം വിട്ടു. അപ്പൊ ഇയാൾക്ക് പേടിയായി. വല്ല ഇസ്രായേൽ അഴിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് വല്ലതും സംഭവിക്കും. അതുകൊണ്ട് ഞങ്ങള് മറ്റേ ജമ്മു കാശ്മീരിലെ പ്രശ്നം സംസാരിക്കാനാണെന്ന് പറഞ്ഞ് ഇയാൾ പോയി ടർക്കിയിൽ പോയി. അപ്പൊ അതുകൊണ്ട് അവിടെ നിൽക്കേണ്ടവർക്കൊക്കെ അറിയാം, റഷ്യക്കാരനും ഒക്കെ നിൽക്കേണ്ട സ്ഥാനത്ത് അവർ നിൽക്കുള്ളൂ. മുജദബ വന്നാൽ മുജദബ മാത്രമല്ല, ഇപ്പം ഇസ്രായേൽ ഞെട്ടിപ്പോയി. ഇവരുടെ നേവിയുടെ ചീഫിനെ തട്ടിക്കളഞ്ഞെന്ന് ഇറാനും പറഞ്ഞു. അയ്യോ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം റീത്തുമായിട്ട് നിൽക്കണം മെനഞ്ഞാന്ന് ഈ നേവിയുടെ ചീഫ് ഇറാനിൻ. അപ്പൊ അത് ഇസ്രായേലിന് വലിയൊരു അടിയാണ്. അത് ഇസ്രായേൽ നോക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതേപോലെ ഇസ്രായേലിൻ്റെ ആജന്മ ശത്രുക്കളായ ഈ മറ്റേ ടെററിസ്റ്റ് അറ്റാക്കുമായിട്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ള അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിന് സ്പോൺസറിങ്ങും അതിന് ലീഡർഷിപ്പും കൊടുത്തവന്മാർ ആരെങ്കിലും വന്നാൽ ഈ ഇസ്രായേൽ അടിക്കും. അപ്പം അത് ഇസ്രായേലിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നമുക്കിന്ന് ഇതിൽ കൂടെ പറയാം. എന്താണ്? അതായത് എന്തിനെന്നറിയാം, ഇസ്രായേൽ കുറേ ദിവസമായിട്ട് ഞങ്ങൾ അടിക്കും, ഉടനെ ട്രംപ് പറയണം മിണ്ടായിടാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ബഹളമാണല്ലോ. ഇതെന്തിനെന്നറിയാം. അപ്പം ഞാൻ സത്യം പറഞ്ഞ പ്രശാന്ത്, ഞാൻ മനസ്സിൽ വിചാരിച്ച് ഇത് ഇത്രയും പ്രൊവോക്കേഷൻ ഒക്കെ കൊടുക്കണം എന്തിനാണ്? ഇസ്രായേലിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഇസ്രായേലിന് ചുമ്മാ ഒന്നും കാണാതെ കാരണം അവർ എന്തോന്ന് അടുപ്പിച്ചാടില്ല, എന്തോന്നോ കിണറ്റിച്ചാടില്ല എന്ന് പറഞ്ഞല്ലേ. ഇവർ ചുമ്മാതല്ല. ഇയാൾ അങ്ങോട്ട് പോവും, ട്രംപിൻ്റെ അടുത്ത് പോവും, അവിടുന്ന് ഇങ്ങോട്ട് വരും, പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കും. അതിൻ്റെ കാര്യം എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. 4 അണുബോംബ് ഇവരുണ്ടാക്കി കഴിഞ്ഞു ഇറാൻ. ഭയങ്കര പ്രൊവോക്കേഷൻ അല്ലേ? ഈ USA-യും അല്ലേ, USA എന്നല്ല, ഞാൻ വീണ്ടും ട്രംപ് അണ്ണനും എല്ലാം കൂടെ ചേർന്ന് ചതിക്കുകയല്ലായിരുന്നു ചെയ്തത്. ഇവർ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇറാനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവരിങ്ങനെ ദേ ആർ ബൈയിങ് ടൈം, മറ്റേ അത് ക്ലോസ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് ബൈയിങ് ടൈം എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൺസ്റ്റന്റ് മോണിറ്ററിങ് ആണ് പല വിധത്തിൽ. 4 ബോംബ് അവരുണ്ടാക്കി കഴിഞ്ഞു. അത് USA-ക്ക് അറിയാം. പിന്നെ എന്തോ ഒരു പരിപാടി ഇട്ടിട്ടുണ്ട്. അതിനാണ് ഈ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്നിപ്പം USA-ലാണ്.
ട്രംപിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. ഓ അപ്പം ഇതിന് ഇവിടെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പലരും പറഞ്ഞിരിക്കുന്നത് അതൊന്നും അല്ല, ട്രംപ് വിളിച്ചു വരുത്തിയാണ്. കാരണം ഈ ട്രംപ് പിന്നെ അങ്കാറയിൽ നാറ്റോയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മെനഞ്ഞാന്ന് മറ്റോ തിരിച്ച് US കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ബിബിയുടെ ബോസ് ആരാണെന്ന് ബിബിക്ക് അറിയാം എന്ന് പറഞ്ഞാൽ അത് ആക്കിയതാണ് ഇസ്രായേലിന്. അതായത് ഞങ്ങളാണ് ബിബിയുടെ ബോസ്, ഞാൻ. അപ്പം അതിനൊരു സ്റ്റേറ്റ്മെന്റ് തിരിച്ച് ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഉചിതമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പം അവിടെ പോയിരിക്കുന്നത് എൻ്റെ ബലമായ സംശയം ഇസ്രായേലിൻ്റെ പ്ലാന് അണ്ണാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇറാനെ കൊണ്ട്? ഇത് ജഗതി പറഞ്ഞാൽ ആര് വന്നാലും നമ്മുടെ നെഞ്ചത്താണ്, ഇസ്രായേലിൻ്റെ നെഞ്ചത്താണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷ്യൽ ത്രെട്ടാണ്. സാർ, അങ്ങനെ ഈ 4 ബോംബുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് മാത്രമല്ലല്ലോ, ചുറ്റുവട്ടത്തുള്ള മറ്റുള്ളവർക്കും ഒക്കെ അത് അപകടമല്ലേ? ഇല്ല, അവിടെ എങ്ങും ഇല്ല, അതിട്ടില്ല. അത് തീർച്ചയായിട്ടും അത് അവന്മാർ ചെയ്യില്ല. അവരുടെ ഇപ്പം പിന്നെ ഇവന്മാരൊരു മെസ്സേജ് എഴുതി ഉണ്ടാക്കി ഇങ്ങനെ ഈ അപ്പം പിന്നെ കുഴിയിലിറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു മെസ്സേജ് ഇറക്കിയിട്ടുണ്ട്. ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. ഇവർ സിവിലൈസ്ഡ് കൺട്രിയാണോ ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞ്? നമ്മളെ പാകിസ്ഥാൻ പറയില്ലല്ലോ, ചൈന പറയില്ലല്ലോ ഡെത്ത് ടു ഇന്ത്യ എന്നോ ഡെത്ത് നമ്മൾ പറയില്ലല്ലോ തിരിച്ച്. ഇവന്മാരിപ്പം അപ്പോഴും ഈ ഇറാൻ പറയുന്നത് ഇതാണ്, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നാണ്. മാത്രമല്ല ഈ ഇപ്പം ട്രംപിൻ്റെയോടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ ട്രംപ് ഈ ഇറാൻ്റെ കാര്യത്തിൽ ചെയ്തതെല്ലാം കറക്റ്റാണ്. ട്രംപിൻ്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു പോലീസ്മാൻ വേണമല്ലോ ലോകത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഈ മറ്റേ നിയന്ത്രിക്കപ്പെടാതെ ഇവന്മാരുടെ കയ്യിൽ, ഇവന്മാർ ഭ്രാന്തന്മാരാണ്, ഇവന്മാരുടെ കയ്യിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ കിട്ടിയ ഇവരെന്തൊക്കെ ചെയ്യും? ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ ട്രംപിന്റെ പടമൊക്കെ വെച്ചിട്ട് തുപ്പുക, അതിലടിക്കുക. ഇത് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട് അല്ലേ? അത് ചെയ്യണോ അങ്ങ് ചെയ്താൽ പോരെ? ഇത് ഇസ്രായേൽ ചെയ്യുന്ന പോലെ ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിക്കെങ്കിൽ നേരിട്ടങ്ങ് അടിക്കുക, അല്ല നേരിട്ടടിക്കുക. അല്ലാതെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്? നമ്മളെ ഇന്ത്യ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഇറക്കില്ല. ഇസ്രായേലും അജ്ഞാതന്മാരും അതും ഇതും ഒക്കെ വന്നാൽ ഇസ്രായേലും ഇന്ത്യ ഒന്നും അവരക്ഷരം വേണ്ടില്ല. അതാണ് അതിന്റെ കറക്റ്റ് പോളിസി. റഷ്യയും അങ്ങനെയാണല്ലോ സാർ, റഷ്യ വേണ്ടില്ല. അപ്പോൾ ഈ പിന്നെ ആ ക്രൗഡ് ഇങ്ങനെ ഇളകി ഇങ്ങനെ ചാൻറ്റ് ചെയ്യാണ് ഈ കുറേ ദിവസമാണ്. അപ്പോൾ 9-ാം തീയതിക്ക് ശേഷമോ ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് അമേരിക്ക മാത്രമല്ല വേറൊരു കിടലൻ സംഭവങ്ങളുണ്ടായി. എനിക്കൊരു ചെറിയൊരു ഇത് കിട്ടി. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞോന്ന് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയില്ല. അപ്പം നമ്മുടെ ഈ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഒരു ഡീറ്റെയിൽസും കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇസ്രായേൽ ഈ ഇറാനിയൻ ഇവന്മാരൊരു ഡെലിഗേഷൻ അഗാച്ചി മറ്റന്മാരെല്ലാം വന്നല്ലോ, അവന്മാരെ മൊത്തം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ഏപ്രിലിൽ തട്ടാൻ തീരുമാനിച്ചു ഇസ്രായേൽ. അത് തട്ടിയേനെ എങ്ങനെയെന്ന് നമ്മൾക്ക് ഇപ്പം ചോദിക്കണ്ട, അവർ തീരുമാനിച്ചിരുന്നു. അപ്പം അതെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അതാണ് ഈ ഇസ്രായേലും ഈ അമേരിക്കൻ തമ്മിൽ ഉടക്കിയത്. ഈ ട്രംപ് ചതിച്ചു എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇസ്രായേലിൻ്റെ പോയിന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ചതിയാണ്, കൊലച്ചതി. നിങ്ങൾ കൂടെ നിന്നിട്ട് നിങ്ങൾ കുറ്റിയും പറിച്ചോണ്ട് നിങ്ങൾ കപ്പലും എല്ലാം എടുത്തോണ്ട് ഓടുകയും ചെയ്ത് നിങ്ങൾക്ക് പാരയും വെച്ചു. പാര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ ഇതിന് ഈ ഡെലിഗേഷനെ അവർ തട്ടാൻ തീരുമാനിച്ചപ്പം അത് USA എടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞു. ട്രംപ് പറഞ്ഞു. ഉടനെ ട്രംപ് എന്താ ചെയ്യുന്നറിയാം, സഖ്യകക്ഷികൾ ട്രംപിൻ്റെ സഖ്യ, എനിക്ക് തോന്നുന്നു UK അല്ലെങ്കിൽ ഫ്രാൻസ്, ഇവിടുത്തെ ആരുടെത്തോ പറഞ്ഞു. എന്നിട്ട് ഇറാനെ വാൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ ഇറാനെ വാൺ ചെയ്തു. അപ്പോഴേക്ക് ഈ പ്ലെയിൻ എയറിലായി, ഈ ഡെലിഗേഷൻ്റെ പ്ലെയിൻ തിരിച്ചു പോവുകയാണ്. ഞാൻ ക്ലിയർ ആയിട്ട് ഓർക്കുന്നുണ്ട്. അങ്ങനെ ബസ്സിലും എഴഞ്ഞും ട്രെയിനിലും ഒക്കെയാണ് തിരിച്ചു പോയതെന്ന് നമ്മൾ ഏതോ ഒരു പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഇതാണ് ഇപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത്. അതായത് എയറിൽ ഉണ്ടായിരുന്നപ്പം ഇറാൻ്റെ എയർ സ്പേസിൽ ഇസ്രായേലിൻ്റെ പ്ലെയിൻ വന്നു. അപ്പൊ ഇവന്മാർ ഡെലിഗേഷൻ വലിയ സംഘമായിട്ട് ഇറാനിൽ പോവേണ്ട. അപ്പൊ ആഘോഷമായിട്ട് എല്ലാം കൂടെ അങ്ങ് തീർത്തേനെ അവര്. മറ്റേ ഇറാൻ എയർഫോഴ്സ് ഇല്ലല്ലോ. അപ്പൊ ഈ UK ഫ്രാൻസോ അലർട്ട് ചെയ്തു ഇവരെ. അങ്ങനെ നേരെ അങ്ങ് ഇറക്കി അവിടെ. അപ്പോഴേക്ക് ഇറാൻ എയർ സ്പേസിൽ ഇവരെത്തി.
ആ. ഇസ്രായേലെത്തി. അല്ലല്ല അഗാച്ചി അഗാച്ചി. അഗാച്ചി സംഘം, അതായത് ഇസ്ലാമാബാദിൽ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരും. അപ്പോൾ അവിടെ വെച്ച് ഇറക്കി, അത് കഴിഞ്ഞിട്ട് ബസ്സിലും കുറെ ദൂരം യാത്ര ചെയ്തു. പിന്നെ എന്നിട്ട് പേടിച്ച് ട്രെയിനിൽ എങ്ങനെയോ ടെഹ്റാനിലെത്തി എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർക്ക് വെപ്രാളമായിപ്പോയി. ഈ മൊത്തം ഈ 10-200 പേര്, അല്ല 200-100 പേര് ആ പ്ലെയിനിലുണ്ടായിരുന്നു. എല്ലാത്തിനെയും തട്ട്. അങ്ങനെയും കൂടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് ഇതാണ് കാര്യം. 4 ബോംബ് നമുക്കൊരു അബദ്ധം പറ്റി ഇന്ത്യക്ക്. പ്രശാന്തിന് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ രാജീവ് ജി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അന്നേ ഇവർക്ക് എവിടെ ന്യൂക്ലിയർ ബോംബുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ കഹൂട്ട ന്യൂക്ലിയർ പ്ലാന്റിൽ പാകിസ്ഥാൻ ഇത് പ്രോസസ്സ് ചെയ്തൊക്കെ തുടങ്ങിയപ്പം, മറ്റേ AQ ഖാൻ്റെ നേതൃത്വത്തിൽ പ്രോസസ്സ് ചെയ്തൊക്കെ തുടങ്ങിയപ്പം ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്താ ചെയ്തു, അവർ വന്ന് നമ്മുടെ മൊസാദ് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളത് ശരിയായിക്കോളാം, നിങ്ങൾ വേറെ അന്ന് ഇത്രയും ലോങ് റേഞ്ചിന് ഒറ്റ അടിക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല, നിങ്ങൾ ഒന്ന് ഫ്യൂവൽ ചെയ്യാനുള്ള എവിടെയാണോ എനിക്ക് അറിഞ്ഞില്ല, ഞങ്ങൾക്കൊന്ന് തിരിച്ചു പോകുമ്പോൾ റീഫ്യൂവൽ ചെയ്യാനുള്ള സൗകര്യം തന്നാൽ മതി. എയറിൽ വെച്ച് റീഫ്യൂവൽ ചെയ്യുന്ന അന്ന് ടെക്നോളജി നമുക്ക് വന്നിട്ടില്ല, അത് സൗകര്യം ചെയ്തു തന്നാന്ന് പറഞ്ഞു. രാജീവ് ജി സമ്മതിച്ചില്ല. പക്ഷേ ഇത് ആരോ പാർലമെന്റിൽ റൈസ് ചെയ്തു. അപ്പോൾ രാജീവ് ജി പറഞ്ഞു, അയ്യോ അങ്ങനെയാ, നാം കേട്ടിട്ടേ ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അവസാനം അവന്മാരെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി. അന്ന് ഈ ഇസ്രായേലിന് അല്ലെ അവർ അവസരം കൊടുത്തിരുന്നെങ്കിൽ അവരത് റെഡിയാക്കി കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പാകിസ്ഥാൻ ഡർട്ടി ബോംബായാലും ന്യൂക്ലിയർ ബോംബായാലും അത് ഉള്ളതുകൊണ്ട് എന്തൊക്കെ അട്ടഹാസമാണ് കാണിക്കുന്നത്. അവിടെ പോയി കൊടുക്കണോ, ഇപ്പുറത്ത് പോയി കൊടുക്കണോ, ടർക്കിക്ക് കൊടുക്കണോ, സൗദിക്ക് കൊടുക്കണോ, പൈസകൾ വാങ്ങിക്കുന്നു, വെല്ലുവിളികൾ നടത്തുന്നു, കട്ട് ചെയ്യും, തട്ടിക്കളയും, മിഴുകികളെയും. എന്തൊക്കെയാണ് നമ്മുടെ ഭാരതത്തിനെതിരായിട്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ക്ഷുദ്രജീവി, അവരുടെ ഡീപ് സ്റ്റേറ്റ് ക്ഷുദ്രജീവി ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കും പ്രശാന്ത്. അപ്പം അങ്ങനെ ഒരു സംഗതിയും കൂടെ ഉണ്ട്. അപ്പൊ ഇസ്രായേൽ ഇറാന്റെ ബോംബ് അവർ 9-ാം തീയതി ഒരു ഡി ഡേ ആണ്. അല്ല, 9-ാം തീയതിയോ അല്ലെങ്കിൽ 9-ാം തീയതിക്ക് ശേഷമോ ഒരു അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇസ്ലാമാബാദ് വെച്ചാൽ അടുത്ത ടോക്ക്, അത് 14-ാം തീയതി മറ്റോ ആണ്. അത് അടിച്ചു പിരി, അമേരിക്കൻ ഇറാനും തമ്മിൽ അത് അടിച്ചു പിരി. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പൊ 4 ബോംബ് അവര് ഉണ്ടാക്കി, 4 ബോംബ് അവരുടെ കയ്യിലുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ വലിയ വെല്ലുവിളിയാണ്. അവരൊരു തരത്തിലും ഇറാനുമായിട്ട് അവരൊരു കോംപ്രമൈസിലേക്ക് വരാനുള്ള സാധ്യത ഒട്ടും തന്നെ കാണുന്നില്ല. അതെ, എന്തായാലും സാർ നമുക്ക് 9-ാം തീയതി കാത്തിരിക്കാം. 9-ാം തീയതി അങ്ങേയറ്റം സമാധാനപരമായി കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ എന്തായാലും ഈ ലോക സമാധാനത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാളായിട്ട്, ഡെമോക്രസിന്റെ വാളായിട്ട് മാറിയിരിക്കുകയാണ് ഇറാന്റെ ഈ 4 ആണവ ബോംബുകൾ എന്ന് പറയാതിരിക്കാൻ. അല്ല, ഇറാന്റെ ആ ഡോക്ട്രിൻ തന്നെ തെറ്റാണ്. കാരണം ഇത്രയും അടിയും ബഹളവും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങളിത് നിർത്തി, എന്താണെന്നാണ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്പെല്ലിങ് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ടാണ് ആരെന്ത് പറഞ്ഞാലും ഇസ്രായേൽ ഇവരെ വിശ്വസിക്കില്ല. തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് കാത്തിരിക്കാം 9-ാം തീയതി എന്താണ് സംഭവിക്കുക. ഖമേനിയുടെ ഖബറടക്കം സമാധാനപരമായിട്ട് നടക്കുമോ അതോ ഇസ്രായേൽ ആക്രമിക്കുമോ, അമേരിക്ക എന്ത് നിലപാടെടുക്കും, ലോകരാഷ്ട്രങ്ങൾ ഇക്കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ ജാഗ്രതയോടെയാണ് ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇതിനെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നന്ദി, നമസ്കാരം. വന്ദേ മാതരം.